ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലം റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് കേട്ടോ രണ്ടും എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞ ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ തൊലി നല്ലതുപോലെ കറുത്തെങ്കിലും പഴം ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ, നല്ലതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും അത്. പഴം ഇവിടെ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന പഴം നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ മാവിന് പകരം അരിപ്പൊടിയോ ഗോതമ്പ് മാവോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ ഒരു പച്ചമണം എല്ലാം മാറി നല്ലതുപോലെ വരണ്ട് വരുന്നത് വരെ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇതിൽ ഒരു തുള്ളി എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല, നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെന്ത് വരുമ്പോൾ നല്ലതുപോലെ കുറുകി വറ്റി വരും കേട്ടോ. ആ പഴവും അതുപോലെ തന്നെ മൈദാമാവും എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ പഴം കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ മൈദാമാവിന് പകരം അരിപ്പൊടി ചേർത്ത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ലത് കേട്ടോ. അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത്, അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് മാവ്. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വറ്റിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്ത ശേഷം നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കയ്യിലൊന്ന് വെള്ളം നനച്ച ശേഷം ഇതിനെ ഉരുട്ടിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. നമ്മൾ പഴമൊക്കെ ചെയ്ത് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അതിനുശേഷം ചൂടായി കിടക്കുന്ന ഒരു സ്റ്റീമറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാനാണ്. നമ്മളിത് ഒരു തുള്ളി എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല, ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇതെല്ലാം ഉരുട്ടി ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിനെ മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിൽ കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റിയായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഏത്തപ്പഴവും മൈദാമാവും എല്ലാം കൊണ്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഒത്തിരി ഇഷ്ടത്തോടെ കഴിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.